കെ പി നൗഷാദ് അലി, ഷാവപ്രസാദ് പറയുകയായിരുന്നു ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, അതായിപ്പോൾ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പുറത്തേക്ക് വരാൻ പോവുകയാണ്. ഇതിൽ ജാതി മതമൊന്നും ഒരു പരിഗണന ആർക്കുമില്ല എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്കള്ളാണെന്ന് കേരളത്തിന് അറിയാം. പക്ഷേ ചില കാര്യങ്ങൾ പൊതിഞ്ഞു പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ തെളിച്ചു പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പറയാതെ പറയേണ്ടതുണ്ട്. അങ്ങനെ വന്നൊരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് മാത്രമാണോ ആ പോസ്റ്റർ? പ്രചാരണ ഗാനത്തിലെ ആ പിഴവിനെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ് കെ പി നൗഷാദ് അലി? ഇത് ഹഷ്മി BJPയുടെ ഈ നിലവിലൊരു സാംസ്കാരിക വംശീയ അധിനിവേശത്തിനുള്ള അവരുടെ ശ്രമങ്ങൾ അതറിയാതെ പുറത്തു ചാടി എന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നമ്മളിത് ഇങ്ങനെ വളരെ സരസമായിട്ടോ ലാഘവബുദ്ധിയോടുകൂടിയോ ചർച്ച ചെയ്ത് പോകേണ്ട ഒന്നല്ല. ഞാൻ ഹഷ്മിയോട് 2 ഉദാഹരണം മാത്രം പറയാം. കാരണം ഈ മനുസ്മൃതിയുടെ 3-ാമത്തെ ചാപ്റ്ററിലെ 24-ാമത്തെ ശ്ലോകത്തിൽ വിവാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ക്ഷത്രിയന് താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടികളെ ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുവരാനും വിവാഹം ചെയ്യാനും അല്ലെങ്കിൽ ഇംഗിതത്തിന് വിധേയമാക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് പ്രതിഷേധിക്കുന്ന പെൺകുട്ടിയോട് ക്രൂരമായി പെരുമാറാനുള്ള അവകാശം ക്ഷത്രിയന് വകവെച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള വകവെച്ചു കൊടുക്കലിന്റെ ഭാഗമാണ് വാൽമീകി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ക്ഷത്രിയ യുവാക്കളൊക്കെ സംരക്ഷിക്കപ്പെട്ടതുമായ ഇരക്ക് നീതി നിഷേധിക്കപ്പെട്ടതുമായ ഹത്രാസിലെ സംഭവമൊക്കെ നമ്മോട് വിളിച്ചോതുന്നത്. അവിടെ ആ പെൺകുട്ടിയുടെ നാവടക്കം പിഴുതുമാറ്റുകയുണ്ടായി. ഇതൊക്കെ പഴയ മനുസ്മൃതിയോട് താതാത്മ്യം പ്രാപിക്കുന്ന ക്രിയകളും അവർക്ക് കിട്ടിയ ഭരണകൂട സംരക്ഷണം അതിനെ ശരിവെക്കുന്ന ചില ചുവടുകളുമാണ്. സമാനമാണ് ഈ ഗോവധം എന്നുള്ളത്. മനുസ്മൃതി പ്രകാരം ഒരു ക്ഷത്രിയനെ വധിക്കുന്നതിനേക്കാൾ ക്രൂരമായ ശിക്ഷ നിറഞ്ഞ ഒന്നാണ്. ഇവിടെ ഗോ സംരക്ഷകരുടെ പേരിൽ ഗോവിന്റെ കൂടെ കാണപ്പെടുന്ന മുസ്ലിങ്ങളെ പോലും ദളിതനെ പോലും തല്ലിക്കൊല്ലുന്ന വിധത്തിലേക്ക് ഈ രാജ്യം മാറുകയും അതിനൊന്നും യാതൊരു തരത്തിലുള്ള ശിക്ഷയില്ലാതാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ അനൌദ്യോഗികമായിട്ട് തങ്ങളുടെ പഴയൊരു ഇംഗിതത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള BJPയുടെ ശ്രമങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2013 ശേഷം 46% ദളിത് അട്രോസിറ്റികൾ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. 48% ആദിവാസികൾക്ക് ഷെഡ്യൂൾഡ് ട്രൈബിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി ഈ സാംസ്കാരിക അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 1949 നവംബർ 26 ഭരണഘടന പൂർത്തിയായിട്ട് 3-ാം ദിവസം ഇറങ്ങിയ ഓർഗനൈസറിൽ മനുസ്മൃതി ഭരണഘടനയ്ക്ക് പകരം സ്ഥാപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അതിനെ നിരസിച്ച ഭരണഘടനാ പണ്ഡിറ്റുകളെ എന്ന് വിളിച്ച് ആ ഭരണഘടനാ സമിതി അംഗങ്ങളെ ആക്ഷേപിച്ചുമൊക്കെ ഓർഗനൈസർ ലേഖനം എഴുതിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇക്വാലിറ്റി എന്നൊരു പദത്തിന് യാതൊരു അർത്ഥവും കൽപ്പിക്കാത്ത, ജനനത്തിന്റെ പേരിൽ ആളുകളെ വർഗീകരിച്ചു നിർത്തുന്ന, ജാതീയമായ ശ്രേണികൾ കൃത്യമായി തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുന്ന, താഴ്ന്ന ജാതിക്കാരൻ ഒരിക്കലും മോചനമില്ലാത്ത വിധം ബ്രാഹ്മണന്റെ സേവകനും അടിമയുമായിട്ട് രൂപകൽപ്പന ചെയ്യുന്നൊരു മനുസ്മൃതിയെ മനസ്സാ ആശ്ലേഷിച്ച BJPക്കാര് ചിലപ്പോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് പരസ്യമായിട്ട് അവിടെ ഒരു അംബ്രല്ല പൊളിറ്റിക്സ്, ഒരു ഹിന്ദു അംബ്രല്ല ഉണ്ടാക്കി ഭരണം പിടിക്കുന്ന ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അത് പൊതിഞ്ഞു പറയുന്നുണ്ടാകാം. അങ്ങനെയുള്ള പൊതിഞ്ഞു പറച്ചിലുകൾ, ഷാബു പറഞ്ഞതുപോലെയുള്ള പൊതിഞ്ഞു പറച്ചിലുകൾ ചില നേരത്തൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരസ്യമായിട്ട് അറിയാതെ തികട്ടി വരും. അത്തരത്തിലുള്ളൊരു ഹാങ് ഓവറാണ് BJPക്ക് കോഴിക്കോട്ടെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ BJPയുടെ കേരള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തിരുമണ്ടന്മാരാണ്. കേന്ദ്രത്തിലെ BJPയുടെ മുന്നേറ്റമൊക്കെ ഒരു കഴഞ്ഞു പോലും കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ആളുകളാണ്. അത്തരത്തിൽ ശേഷിക്കുറവുള്ള ആളുകളുടെ കയ്യിൽ ഈ സിസ്റ്റമൊക്കെ വന്ന് അവർ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിൽ ഷാബു പറഞ്ഞതുപോലെ ഒളിപ്പിച്ചും പൊതിഞ്ഞും ഒക്കെ ചെയ്യേണ്ടതും പറയേണ്ടതൊക്കെ പുറത്താവുന്നു. അത് പാട്ടിന്റെ രൂപത്തിൽ വരുന്നു, നോട്ടീസിന്റെ രൂപത്തിൽ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തെ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇത് ഗൗരവമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. BJPയുടെ യഥാർത്ഥ സ്വഭാവം അവർ വിലയിരുത്തേണ്ടതുണ്ട്. ഇവർ 80-20 പൊളിറ്റിക്സ് ഒക്കെയാണല്ലോ UPയിലൊക്കെ പറയുന്നത്. ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ മാത്രം പാർശ്വവൽക്കരിച്ച് ഒരു രാഷ്ട്രീയമായിട്ട് BJP മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിനകത്തെ ദുഷ്ടലാക്ക് എന്താണ് എന്ന് ഈ രാജ്യത്തെ 10% വരുന്ന പിന്നോക്ക ദളിത് ഹിന്ദുക്കളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.